4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഇതെല്ലാം വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് ഇവർ ഭയപ്പെട്ട് ഭീതി പൂണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നേച്ച് പറയുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ എനിക്ക് വിചാരമില്ലയോ. യേശുക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാനെന്ന് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? ആ യേശുക്രിസ്തു ഈ രാത്രിയുടെ ഈ നിമിഷങ്ങളിൽ നമ്മളോട് ചോദിക്കുന്നു, ഇത്രയും നാള് നിങ്ങൾ എന്നെ ആരാധിച്ചു, നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങളെ കരുതുവാൻ ഞാൻ ശക്തനാണ്, ഇതെല്ലാം അറിയാം, എങ്കിലും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലയോ? 1990 ഓഗസ്റ്റ് 1-ാം തീയതി രാത്രി ഞങ്ങൾ കുവൈറ്റിൽ ഞങ്ങളുടെ ഭവനത്തിൽ കിടന്നുറങ്ങി. ഞാൻ അന്ന് എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, 4 വയസ്സുള്ള എൻ്റെ മകൾ, 7 മാസം പ്രഗ്നൻ്റായ എൻ്റെ ഭാര്യ. ഓഗസ്റ്റ് 2-ാം തീയതി ആ പ്രഭാതം പൊട്ടി ഉണർന്നപ്പോൾ ഞങ്ങൾ കേൾക്കുന്നു, കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. നിങ്ങൾ എല്ലാവരും കേട്ടത് ആ ചിത്രമാണ്. ഇറാഖ് കുവൈറ്റ് ഇൻവേഡ് ചെയ്തു. വളരെ ഭീകരമായ അന്തരീക്ഷം. ഏറ്റവും സമ്പന്നമെന്ന് വിചാരിച്ചിരുന്ന ലോകത്തിലെ ഒരു രാജ്യമായ കുവൈറ്റ് ഒറ്റ ദിവസം കൊണ്ട് ഭൂപടത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. അത് ഇറാഖിൻ്റെ ഒരു പ്രവിശ്യയായിട്ട് സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ചു. വളരെ പ്രയാസത്തോടു കൂടി ഞങ്ങൾ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ റോഡിൽ നോക്കുമ്പോൾ റോഡിൽ കൂടെ പട്ടാളക്കാർ, ഇറാഖി പട്ടാളക്കാരാണ് പോകുന്നത്. ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് തീർന്നു. അപ്പോൾ അവിടെ ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കുവാനായിട്ട് ഞാൻ എൻ്റെ കാറിൽ ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കുവാനായിട്ട് പോയി. പോകുന്ന വഴിക്ക് 4 പട്ടാളക്കാർ എൻ്റെ വാഹനം തടഞ്ഞു. ഒരാൾ എൻ്റെ കൂടെ എൻ്റെ സൈഡിൽ കയറി, ബാക്കി 3 പേര് പുറകിൽ. ഇവർ 4 പേരുടെ കയ്യിലും തോക്കുണ്ട്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നിടത്തോട്ട് നീ വണ്ടി വിടും. അനുസരിക്കല്ലാതെ വേറൊരു മാർഗവുമില്ല. അവർ പറഞ്ഞ സ്ഥലത്തേക്ക്, ഒരു വിജനമായ സ്ഥലത്തേക്ക്, നിങ്ങൾക്കറിയാം കുവൈറ്റ് എന്ന് പറയുന്നത് മരുഭൂമി ധാരാളം ഉള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ കൂടുതൽ സ്ഥലവും മരുഭൂമിയാണ്. അങ്ങനെ വിജനമായ ഒരു സ്ഥലത്തേക്ക് എൻ്റെ കാർ വിടുവാനായിട്ട് അവർ പറഞ്ഞു. ഞാൻ ആ കാർ വിട്ടു. കുറച്ച് ദൂരം ചെന്നതിന് ശേഷം ആ കാർ അവിടെ നിർത്തുവാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആ വണ്ടിയുടെ കീ തരാനായിട്ട്. അപ്പം പുറകിൽ ഡിക്കിയിൽ ഗ്യാസ് സിലിണ്ടറുണ്ട്. കീ തരുവാൻ അവർ പറഞ്ഞപ്പോൾ എനിക്കറിയാം എൻ്റെ കാറ് അവർ എന്നേക്കുമായിട്ട് എന്നിൽ നിന്ന് എടുക്കുകയാണ്. ഞാൻ കീ കൊടുത്തു, വെളിയിൽ ഇറങ്ങി നിന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ട് പോവാം. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തോക്കാണ്. അന്ന് കുവൈറ്റിൽ ഇറാഖി പട്ടാളക്കാരെ വെടിവെച്ചാലും ആർക്കും ഒന്നും ചോദിക്കാൻ പറയാൻ ഒക്കത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് ആ വാഹനം വാങ്ങിച്ചു കൊണ്ട് പോയി എന്നതിൻ്റെ തെളിവ് നശിപ്പിക്കണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു വെടി പൊട്ടിക്കാമായിരുന്നു. അന്ന് അവിടെ വെടിപൊട്ടുവാൻ എൻ്റെ സർവശക്തൻ അനുവദിച്ചില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ദൂരം നടന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് എൻ്റെ സുഹൃത്ത് തന്നെ എൻ്റെ ഭവനത്തിൽ കൊണ്ടാക്കി. ഏതാണ്ട് 2-3 ആഴ്ചകൾ വളരെ ഭയാനകമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ താമസിച്ചു. ഇനി എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകണം. കാരണം എൻ്റെ ഭാര്യ 7 മാസം പ്രഗ്നൻ്റ് ആണ്. കുവൈറ്റിലുള്ള ഹോസ്പിറ്റൽസിലൊന്നും ഡോക്ടേഴ്സ് ഇല്ല, നഴ്സസ് ഇല്ല, അതുപോലെ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഭാര്യയും 4 വയസ്സ് മാത്രം പ്രായമുള്ള മകളെയും കൊണ്ട് തിരിച്ചു പോകാനായിട്ട് ആലോചിച്ചു, അതിനായിട്ട് പ്രാർത്ഥിച്ചു. ജോർദാനിൽ കൂടെ പോകുക എന്ന് പറയുന്നത്
ഈ സാഹചര്യത്തിൽ ഒരിക്കലും ഞാൻ ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഒരു സുഹൃത്ത് വിളിച്ചേച്ച് പറഞ്ഞു, ലാലിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് അല്ലേ, മോളെയും ഭാര്യയും കൂടെ ഞങ്ങൾ ഒരു കാർഗോ ഷിപ്പ് ഇവിടുന്ന് പോകുന്നുണ്ട്, ആ ഷിപ്പിൽ പോകാനായിട്ട് സൗകര്യം ചെയ്തു തരാം. അപ്പോൾ വളരെ സമാധാനമായി, കാരണം കാർഗോ ഷിപ്പാണല്ലോ, വലിയ പ്രശ്നമില്ലാതെ പോകാറുണ്ട്. ആ കാർഗോ ഷിപ്പിൽ എൻ്റെ ഭാര്യയും മകളെയും കൂടെ കയറ്റി വിടുവാനായിട്ട് ഞാൻ പോർട്ടിലേക്ക് പോയി. കുവൈറ്റ് പോർട്ടിൽ ചെന്നപ്പോഴാണ് കാർഗോ ഷിപ്പ് കണ്ടു. പക്ഷേ ആ കാർഗോ ഷിപ്പിൽ കയറുന്നത് റോപ്പ് ലാഡറിൽ കൂടാണ്, അല്ലാതെ സാധാരണ ലാഡറില്ല, റോപ്പ് ലാഡർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 7 മാസം പ്രായമുള്ള 7 മാസം പ്രഗ്നൻ്റായ ഭാര്യയെ ഈ റോപ്പ് ലാഡറിൽ കൂടെ കയറ്റി മേളിലോട്ട് വിടുക. അപ്പോൾ ഒന്നേ മാർഗമുള്ളൂ, ഞാൻ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് ആദ്യം മകളെ മുകളിലേക്ക് കയറ്റി, എൻ്റെ ഭാര്യയെ അതിന് മുകളിൽ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് ഞാനും കൂടെ ഷിപ്പിൽ കയറി. ഷിപ്പിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചു, ഞാൻ തിരിച്ചിറങ്ങിയാൽ ഈ ഷിപ്പിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇറങ്ങുന്നില്ല. അങ്ങനെ ഇട്ടിരുന്ന വസ്ത്രവും മാത്രം ആയിട്ട് എൻ്റെ ഭാര്യയെയും മകളെയും കൊണ്ട് ആ ഷിപ്പിൽ കയറി ഞങ്ങൾ 3 ദിവസം കടലിൽ കൂടെ യാത്ര ചെയ്ത് ദുബായിൽ ചെന്നു. ദുബായിൽ നിന്ന് ബോംബെ വഴി ട്രിവാൻഡ്രം, അങ്ങനെ നാട്ടിൽ ചെന്നു. അങ്ങനെ സ്വന്തം നാട്ടിൽ അഭയാർത്ഥിയായി പോകേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ സർവശക്തനായ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, എൻ്റെ മാവിയുടെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അന്വേഷണത്തിന് ശേഷം ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ സാധിച്ചു. 4 ഇരട്ടിയായി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അന്ന് 4 വയസ്സായി ഉണ്ടായിരുന്ന എൻ്റെ മകളാണ് ജൂണോ, ഇവിടെ ഉണ്ട്. അതുപോലെ എൻ്റെ മകൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ ദൈവം തിരിച്ചു തന്നു. അങ്ങനെ അഭയാർത്ഥിയായിട്ട് നാട്ടിൽ ചെന്ന ഒരു വ്യക്തിയെ തിരിച്ച് കൊണ്ടുവന്ന സർവശക്തനായ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും മടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്, എൻ്റെ സാക്ഷ്യം ഇതായിരിക്കും. സാക്ഷ്യം എനിക്ക് പറയാനായിട്ട് താല്പര്യമുണ്ട്. എനിക്ക് അവസരം തന്ന അച്ഛനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ